കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് 15 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹമാസിന്റെ സാന്നിധ്യം ആ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയോ എന്നുള്ള സംശയങ്ങൾ നമുക്കുണ്ട്. ലാഹോർ വിമാനത്താവളവും ഇറാനിലെ ഒരു പോർട്ടുമൊക്കെ കത്തുന്നത് നമ്മൾ കണ്ടു. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെതിരെ തിരിയുന്നു. ഇന്ത്യ തന്നെ കയറി അടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിൽ ഈ പറയുന്ന പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് നമ്മുടെ ഏജൻസികളൊക്കെ നടത്തുന്നത്. അങ്ങനെ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശികമായിട്ട് വലിയ സഹായം കിട്ടിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ 100 റൗണ്ട് വെടിവെക്കാനും മാത്രമുള്ള ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ. ഇതേക്കുറിച്ച് വലിയ അന്വേഷണം നടത്തിയപ്പോൾ 15ഓളം പേരാണ് ഇത്തരത്തിൽ പ്രാദേശികമായ സഹായം ഈ ഭീകരർക്ക് നൽകിയത്, അല്ലെങ്കിൽ ആക്രമണം നടത്തിയവർക്ക് നൽകിയത്. ഇതിൽ തന്നെ 5 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ബാക്കിയുള്ള വിവരങ്ങളൊന്നും ഔദ്യോഗികമായി നമ്മുടെ സൈന്യമോ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളോ പുറത്തുവിടുന്നില്ല. കാരണം ഈ അന്വേഷണം ഇനിയും തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, സുതാര്യമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനോട് യോജിക്കാം, അങ്ങനെ പുറത്തു നിന്നുള്ളൊരു ഏജൻസി നടത്തുക ഏതൊരു അന്വേഷണത്തോടും ഞങ്ങൾ യോജിക്കാം എന്നൊക്കെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നു. പക്ഷേ ഇതായിരുന്നില്ല പാക് പ്രതിരോധ മന്ത്രി നേരത്തെ പറഞ്ഞത്, ഇതായിരുന്നില്ല പാക്കിലെ ഉപപ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ അനൈക്യങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചുള്ള ചില കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നമ്മൾ കടക്കണം. 2025 ഫെബ്രുവരി 6-ാം തീയതി ഹമാസിലെ കുറച്ച് നേതാക്കൾ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനകൾ ഇവർക്ക് വലിയ സ്വീകരണം നൽകി. കുതിരപ്പുറത്ത് കാറുകളിലൊക്കെ ഏറ്റി ഇവരെ വലിയ ആഘോഷപരമായിട്ട് എഴുന്നള്ളിച്ചു. അതിൻ്റെ അർത്ഥം ഹമാസ് ഭീകരർ പ്രത്യേകിച്ച് ഇസ്രയേലിലെ തടവിൽ നിന്ന് മോചിപ്പിച്ച ആളുകളാണ്. ഇവർ എന്തിനാണ് ഇന്ത്യയിലെ ഈ അതിർത്തി മേഖലകളിലേക്ക് എത്തിയത്? അപ്പോൾ അവർ ഏതാണ്ട് 1.5 മാസത്തോളം അവിടെയുള്ള ഭീകരർക്ക് ട്രെയിനിങ് നൽകി എന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നു. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ കശ്മീരിൽ കുറച്ച് പേരെ വെടിവെച്ച് വന്നത് എങ്ങനെയാണ്? അവിടെ അവധിക്കാലം ആഘോഷിക്കാനായി സന്തോഷിക്കാനെത്തിയ കുറച്ച് ആളുകളെ തെരഞ്ഞുപിടിച്ച് മതം നോക്കി വെടിവെച്ച് വന്നു. ഇത് തന്നെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇസ്രയേലിലേക്ക് ഹമാസ് കടന്നു വന്ന് നടത്തിയ ആക്രമണം. അവിടെ ഒരു സംഗീത നിശയിൽ ആഹ്ലാദിച്ച് നിന്ന ആളുകളെ നേരിട്ട് വെടിവെക്കുകയാണ്. പക്ഷേ ആ കൊണ്ടവരെല്ലാം തന്നെ ജൂതന്മാരായിരുന്നു. കാശ്മീരിലുണ്ടായ വ്യത്യാസം ഇവർ ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ എന്ന് തിരിച്ചറിയണം. 22ഓളം പേരുടെ മൃതദേഹങ്ങൾ നിരത്തിക്കിടത്തി പരിശോധിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായത് ഇതിൽ 20ഓളം പേരുടെ പാൻറ്റിൻ്റെ സിപ്പ് അഴിച്ച് നോക്കിയ നിലയിലാണെന്നാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള രീതിയിൽ ചില അന്വേഷണങ്ങൾ ഇവർ നടത്തി. ഇത് ഹമാസിൻ്റെ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ഹമാസിൻ്റെ രീതിയാണ്. അവിടെ ജൂതന്മാരാണെന്ന് നേരിട്ട് മനസ്സിലാക്കും. പക്ഷേ ഇവിടെ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത്, ഈ ആക്രമണം നടത്തിയവരുടെയൊക്കെ ഹെൽമെറ്റുകളിൽ പ്രത്യേക ക്യാമറ, ബോഡി ക്യാമറ നമ്മൾ പറയും, ഈ ബോഡി ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ആക്രമണം നടത്തിയവർ രക്ഷപ്പെട്ടതിന് ശേഷം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും. എന്നിട്ട് ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അടുത്ത റിക്രൂട്ട്മെൻറ്റ് നടത്തും. ഇത് ഹമാസിൻ്റെ ശൈലിയാണ്. ഇതേ ശൈലി ഇവിടെ നിലപാടെടുക്കുന്നു. ഒപ്പം ഗസയിൽ വലിയ തുരങ്കങ്ങൾ സ്ഥാപിച്ച്, ഗർത്തങ്ങൾ സ്ഥാപിച്ച് അതിലൊളിച്ചിരുന്നാണ് ഭീകര പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ POK ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭീകരരുടെ വലിയ സാന്നിധ്യമുണ്ട്. അവിടങ്ങളിലൊക്കെ വലിയ ബങ്കറുകളും ഇതുപോലെ തന്നെ കുഴികളുമൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഇവർ ഒളിച്ചിരിക്കുന്നു. ഈ പരിശീലനം ആര് നൽകി? അതും ഹമാസിലേക്ക് വിരൽ ചൂണ്ടുന്നു. അപ്പോൾ അന്വേഷണം ഹമാസിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മൊസാദുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ ഇന്ത്യയിലേക്ക് കശ്മീരിലേക്ക് വരെ വന്നത്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ഈ ഹമാസ് സ്വാധീനിക്കുക? അപ്പോൾ ഹമാസ് എന്ന് പറയുന്നത് ഗസ മുനമ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് തന്നെ ഒഴിവാക്കപ്പെടും. ഇനി അവരെ തുടച്ചു നീക്കപ്പെടും. ഇസ്രയേലും അമേരിക്കയും അത്തരം നിലപാടെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹമാസിന് പിടിച്ചു നിൽക്കാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, കാശ്മീരിലേക്ക് വന്നാൽ അത് അനുകൂല ഘടകമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇവിടേക്ക് വന്നതെന്ന് പറയുന്നു. ഈ ഐഡൻറ്റിറ്റി ചെക്ക് നടത്തുക, എൻക്രിപ്റ്റ് ചെയ്ത കോഡുകൾ വായിച്ചെടുക്കുക, ആപ്പുകൾ വായിച്ചെടുക്കുക, അതുപോലെ തന്നെ ബോഡി ക്യാമറ ഫിറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കർശന നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് ഇന്ത്യ ഒരുങ്ങുന്നു. അതുകൊണ്ടാണ് ഈ 15 പേരെ ഇപ്പോൾ പിടികൂടിയെന്ന് നമുക്ക് വിവരങ്ങൾ പുറത്തു വരുന്നത്. 2-3 പേരെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടവും ജനങ്ങളും ചേർന്ന് അവരുടെ വീടുകൾ ബോംബ് വെച്ച് അല്ലെങ്കിൽ തീ വെച്ചൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ തദ്ദേശീയ ആളുകൾ ഈ പ്രശ്നത്തിന് ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. ടൂറിസം എന്ന് പറയുന്നത്
ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ ഇല്ലാതാക്കിയ ഈ തീവ്രവാദ നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് കൃത്യമായിട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 19-ാം തീയതിയാണ് ഈ ആക്രമണം നടന്ന പാർക്ക് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാർക്ക് ഇങ്ങനെ ഒരെണ്ണം തുറക്കാൻ പോകുന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ ജമ്മു കാശ്മീർ ഗവൺമെന്റ് അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ അറിയിക്കേണ്ട, പക്ഷേ അമർനാഥിലേക്കുള്ള ഒരു പ്രവേശന കവാടമായതുകൊണ്ട് തന്നെ ഇത് അറിയിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ 19-ാം തീയതി പാർക്ക് തുറക്കുന്നു, 22-ാം തീയതി ആക്രമണം നടക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നെങ്കിൽ മാത്രമേ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഈ പ്രദേശത്തേക്ക് നടന്ന ആളുകൾക്ക് എത്താനേ കഴിയുള്ളൂ, കുതിരപ്പുറത്ത് എത്താൻ കഴിയുള്ളൂ, സെക്യൂരിറ്റി സംവിധാനങ്ങൾ കുറവാണ്. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഈ ഭീകരവാദികൾ അറിഞ്ഞത്? അപ്പോൾ 5-6 മാസം മുമ്പ് ഇവിടേക്ക് നുഴഞ്ഞു കയറിയ ഭീകരവാദികൾ വേഷപ്രച്ഛന്നരായി ഈ കാശ്മീർ മേഖലയിൽ പലയിടത്തും ഉണ്ടായിരുന്നു. കുതിരസവാരി നടത്തുന്നവർക്ക്, കച്ചവടം നടത്തുന്ന ചിലർക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇതിൻ്റെ കൃത്യമായ സൂചനകൾ പുറത്തു വരുന്നു. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ചോർന്നു പോകരുതെന്ന് നമ്മുടെ ഈ വാർത്താവിനിമയ വകുപ്പുണ്ടല്ലോ, അവർ തന്നെ ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ മീഡിയ ചാനലുകൾ, പത്രമാധ്യമങ്ങൾ, ഇതൊന്നും തന്നെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വിടരുത്. കാരണം ഈ കാർഗിൽ യുദ്ധത്തിൽ, അതുപോലെ കാണ്ഡഹാർ പ്രശ്നത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തത്സമയ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ മുംബൈ അറ്റാക്കിൽ നമ്മുടെ സൈന്യം നടത്തുന്ന ഓരോ നടപടിക്രമങ്ങളും അപ്പോൾ ടി വിയിൽ തത്സമയം കാണിക്കുകയും പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് അവരത് കൃത്യമായിട്ട് ഈ ഭീകരവാദികൾക്ക് മെസ്സേജായിട്ട് പാസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഗവൺമെൻറ്. അതുകൊണ്ട് നമ്മളും അത്തരം ചില നിലപാടുകൾ സ്വീകരിക്കണം. അതുകൊണ്ട് നമുക്കറിയാവുന്ന പൂർണ്ണ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. എന്തായാലും ഈ 15 പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, 5 പേർ പോലീസ് കസ്റ്റഡിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവരിൽ നിന്ന് കിട്ടുന്ന നിർണായക വിവരങ്ങളിലൂടെ ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ആക്രമണത്തിൽ ഹമാസ് സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയാണ് ഇവിടെയും ഈ ഭീകരവാദികൾ സ്വീകരിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഹമാസ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി എന്നതിൻ്റെ അല്ലെങ്കിൽ ഹമാസ് ഇവിടുത്തെ തീവ്രവാദികൾക്ക് പരിശീലനം നൽകി എന്നതിൻ്റെ തെളിവാണ് പഹൽഗ്രാമിൽ നമ്മൾ കണ്ടത്. ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അത് നയതന്ത്രപരമായി ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞു, പാകിസ്ഥാന് വെള്ളം കൂടി മുട്ടിച്ചുകൊണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി, ഉപപ്രധാനമന്ത്രിയും ഒക്കെ പറയുന്നു ഞങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട്, ഞങ്ങൾ ഭീകരരെ സഹായിച്ചു, അവർ ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന്. പക്ഷെ പാക് പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഇതിൽ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ സുതാര്യമായ അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന്. അപ്പോൾ അവിടെ തന്നെ 2 പക്ഷമായി നിലകൊണ്ടുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പറയുകയാണ് ഈ കശ്മീരിനെ അശാന്തിയുടെ താഴ്വരയാക്കി മാറ്റാൻ ശ്രമിച്ചവരെ വെറുതെ വിടരുത്. ഇന്നലെ 4 തീവ്രവാദികളുടെ വീടുകളാണ് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞത്. പല തീവ്രവാദികളുടെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് സൈന്യം അവരെ പിടിച്ച് അവർക്കിതിൽ പങ്കുണ്ടെങ്കിൽ കൊന്നുകളഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ഓരോ തീവ്രവാദികളുടെയും വീട്ടുകാർ തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇന്ത്യ കയറി അടിച്ചു തുടങ്ങി എന്നുള്ളത് ലാഹോറിലെ ഇന്നലെ വിമാനത്താവളം നിന്ന് കത്തുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇറാനിലെ ഒരു പോർട്ട് നിന്ന് കത്തുന്നത് നമ്മൾ കണ്ടു. പറയുന്നത് വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിച്ചതാണ്, ടയർ കത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് ബലൂചിസ്ഥാൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബലൂജ് ആർമിക്ക് ആരുടെയൊക്കെ സഹായം കിട്ടി 7-5 സൈനികർ, പാകിസ്ഥാനിലെ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എവിടെ കൂടിയാണ് അടി തുടങ്ങുന്നത്? ഇന്ത്യ എങ്ങനെയാണ് മറുപടി നൽകുന്നത്? ഭീകരർ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇനി കയ്യിൽ കിട്ടിയിട്ട് ഇന്ത്യ പുറത്തു വിടാത്തതാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യ എടുക്കുന്ന നിലപാട് അത് നമ്മളായി, അതായത് മാധ്യമങ്ങളായി ഭീകരരെ സഹായിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും ഇത്തരം വാർത്തകൾ, നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് ചിലപ്പോൾ നമുക്ക് പുറത്ത് പറയാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. നമുക്കത് പുറത്തു പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ, കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ, ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ അന്വേഷണ സംഘം പുറത്തുവിടുന്ന വിവരങ്ങളുടെ സൂചന അനുസരിച്ച് ഇപ്പൊ കാശ്മീർ സോളിഡാരിറ്റി, അതുപോലെ അൽ അക്സ ഫ്ലഡ്, ഇത് രണ്ടും 2 ഓപ്പറേഷൻ. ഇപ്പൊ കാശ്മീർ സോളിഡാരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയത്. അൽ അക്സ ഫ്ലഡ് ആയിരുന്നു അന്ന് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണം. അപ്പോൾ ഇതിന് രണ്ടും സമാനമാണ്. ഈ സമാന സ്വഭാവത്തിൽ ഹമാസിന് നേരെ ശക്തമായ നിലപാടുമായിട്ട്
ഭാഗമായിട്ട് ഇസ്രായേൽ സ്വീകരിക്കുമ്പോൾ അവർ ഇപ്പോൾ പ്രവർത്തന മേഖല മാറ്റുന്നുണ്ട്. അവർ ഇപ്പോൾ ബഫർ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഗസയിലെ സ്ട്രിപ്പിൽ നിന്ന് അവരെ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മനസ്സിലായപ്പോൾ ബഫർ സോൺ ഏതാണ്ട് 1.5 കിലോമീറ്റർ മേഖലയിലേക്ക് തമ്പടിച്ചുകൊണ്ട് അവിടെ നിന്ന് ചെയ്യാവുന്ന ഓപ്പറേഷൻ നടത്തുന്നു. ഇവിടെയും അതുപോലെയാണ് പിഒക്കെ മേഖല, അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് തീവ്രവാദികൾ ഒളിച്ച് താമസിക്കുന്നുണ്ട്. അതിൽ ഹമാസിൻ്റെ പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു. അവരും ഈ ബഫർ സോൺ പോലെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള ആക്രമണം ഇവിടെ നടക്കുന്നു. ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുന്നു. ഇതനുസരിച്ച് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ റഷ്യൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്കൊരു നിർദ്ദേശം നൽകി, നിങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകരുത്, പ്രത്യേകിച്ച് കാശ്മീരിലേക്ക് പോകരുതെന്നല്ല, പാകിസ്ഥാനിലേക്ക് പോകരുത്. അപ്പോൾ റഷ്യ പോലെയുള്ള കരുത്തുറ്റ ഒരു രാജ്യം അത്തരമൊരു നിർദ്ദേശം തങ്ങളുടെ ജനങ്ങൾക്ക് നൽകണമെങ്കിൽ കൃത്യമായ ചില നിലപാടുകൾ ഇന്ത്യ അവിടെ സ്വീകരിച്ചു വരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ സ്വീകരിക്കുന്ന നിലപാടുകൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ട ഒരു ചിത്രം, 5 പടക്കപ്പലുകൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നു. ഞങ്ങൾ റെഡിയാണ്, അറ്റ് എനി ടൈം എനിവെയർ, എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ പ്രവർത്തിക്കാൻ സജ്ജമാണ്. ഒപ്പം കര വ്യോമ സേനകളും നമ്മളുടെ സജ്ജമായി നിൽക്കുന്നു. ഇങ്ങനെ സജ്ജമായി നിൽക്കുന്ന സമയത്ത് സംഘർഷഭരിതമായ ഒരു സാഹചര്യം പാകിസ്ഥാനിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ലാഹോറിലെ ഒരു വിമാനത്തിൻ്റെ അവിടെ തീ പിടിച്ചു. നമ്മൾ കറുത്ത പുകച്ചുരുളുകൾ മുകളിലേക്ക് ഉയർന്നു കാണുന്നത്. ഇറാനിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖത്തിലാണ് തീ പിടിച്ചേക്കുന്നത്. കണ്ടെയ്നറുകളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പാകിസ്ഥാനോ ഇറാനോ ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വിടുന്നില്ല. മാത്രമല്ല, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ ന്യായീകരിക്കാനായിട്ട് വരാൻ ശ്രമിച്ചിരുന്നു. ഇന്ത്യ അതിന് തടയിട്ടു. ഇറാൻ ആണെങ്കിൽ യാതൊരു കാര്യവും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാന് വേണ്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്ന രീതിയിലുള്ള ചില സൂചനകൾ തന്നു. ഈ സൂചനകൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ആക്രമണം, ഈ തീകത്തലും ഒക്കെ ഉണ്ടായത്. എന്തായാലും വെടിയും പുകയും ഒക്കെ ഉയർന്നിട്ടുണ്ട്. ഇറാനിൽ ആരെങ്കിലും തീ വെച്ചതാണോ ബോംബിട്ടതാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് 15ഓളം പേർ ഇന്ത്യയിലെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ഇനി പുറത്തു വരട്ടെ. നമുക്ക് മാധ്യമങ്ങൾക്ക് ചില പരിമിതികൾ വേണമെന്ന് സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ പറ്റുന്നില്ല. അന്വേഷണ സംഘം ഔദ്യോഗികമായി ഇത് പുറത്തുവിടുന്നതോടുകൂടി നമുക്കും പ്രേക്ഷകരുമായിട്ട് ഇത് പങ്കുവെക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.